പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. പതിവ് പോലെ ദൈവസന്നിധിയിലോട്ട് ദൈവവചനത്തിൻ്റെ ചുറ്റാകെ വന്നിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ധ്യാനത്തിനായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം, സാംസ് നമ്പർ 1 വേഴ്സ് നമ്പർ 3. അവൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലിരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നമുക്ക് സുപരിചിതമായ വാക്കാണ്. ഞാൻ ഈ വചനം പറഞ്ഞപ്പോൾ തന്നെ 1-ാം സങ്കീർത്തനമാണെന്ന് നിങ്ങളുടെ മനസ്സിനകത്ത് വന്നു. അതിൻ്റെ 3-ാമത്തെ വാക്യമാണെന്ന് തന്നെ എല്ലാവർക്കും അറിയാം. അതിൻ്റെ മുൻപും പിൻപും എല്ലാവർക്കും അറിയാം. ഈ വാക്യം തുടങ്ങുന്നത് അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലിരിക്കും. അടുത്തത് അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അപ്പൊ അതിന്റെ മുൻപൊരു ഭാഗമുണ്ട്, അതിന്റെ ബാക്കിൽ മറ്റൊരു ഭാഗമുണ്ട്. മുൻപ് ഭാഗം പറയുന്നതും അത് രണ്ട് ഭാഗം കൂടെ ചിന്തിച്ചാലേ ഈ വചനത്തിനൊരു പൂർത്തീകരണമുള്ളൂ. ആദ്യം അവൻ ആരാണ് എന്ന് മനസ്സിലാക്കണം. ആദ്യം തന്നെ ഞാൻ പറയാം, ഈ സന്ദേശം, ഈ വചനഭാഗം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ പേര് അവൻ എന്നുള്ളിടത്ത് ചേർത്തോ. അവൻ എന്നോ അതിന് മറഞ്ഞിരിക്കുന്ന അവൾ എന്നുള്ളിടത്ത് നിന്റെ പേരെഴുതിക്കോ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നു. അത് തിരിച്ചു വായിച്ചോ. ഞാൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലിരിക്കും. ഞാൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അങ്ങനെ തന്നെ ആവണമെങ്കിൽ, ഞാൻ ആകണമെങ്കിൽ അതിൻ്റെ മുൻപ് 2 ക്ലോസ് പറഞ്ഞിട്ടുണ്ട്, താഴെയുണ്ട്. ആ മുമ്പിലത്തെ ക്ലോസ് എങ്ങനെയാണോ അത് മനസ്സിലാക്കുമ്പോഴേ ആ ഞാനാണോ എന്ന് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, റിയലൈസ് ചെയ്യാൻ, ഒന്ന് യഥാർത്ഥമായിട്ട് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. ആ സങ്കീർത്തനം, അതായത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം ആരംഭിക്കുന്നത് 1-ാം സങ്കീർത്തനം അതിങ്ങനെയാണ്: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. അതെല്ലാം ഇല്ല നെഗറ്റീവ് കൊണ്ട് ഇരിക്കാതെ, നിൽക്കാതെ, ചെയ്യാതെ, നടക്കാതെ എന്ന് തുടങ്ങുന്ന സങ്കീർത്തനമാണ് അവിടെ പറയുന്നത്. എല്ലാം നെഗറ്റീവാ. ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരു പോസിറ്റീവ് വാക്ക് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പൊ ഈ താഴെ പറഞ്ഞ അവനിലേക്ക് വരികയാണ്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്. ഇപ്പൊ ഈ ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ, പഴയ നിയമകാലത്ത് ന്യായപ്രമാണം ഒരു പ്രത്യേക ഭാഗമുണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ കിട്ടിയിട്ടുള്ള സത്യവേദ പുസ്തകം, ദൈവവചനത്തെ അനുസരിച്ചു നടക്കാൻ, അത് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അതിനെ മാത്രം അനുസരിച്ച് നടക്കാൻ. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 66-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: ന്യായപ്രമാണത്തെ അനുസരിച്ച് നടക്കുന്നവന് സകലവും സാധിക്കുമെന്ന് പറയുന്നത്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 28-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: ന്യായപ്രമാണം അനുസരിക്കാത്തവന്റെ പ്രാർത്ഥന കൂടി യഹോവയ്ക്ക് വെറുപ്പാകുന്നു. യഹോവയ്ക്ക് അത് കേൾക്കണ്ട, യഹോവയ്ക്ക് അത് വെറുപ്പാകുന്നു. അപ്പൊ ഈ വചനം നമ്മൾ ഒന്ന് ചിന്തിക്കണം. ഈ വചനത്തിന്റെ അന്തസത്ത നമ്മൾ ഒന്ന് ചിന്തിക്കണം. അത് പറഞ്ഞ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഡിലൈറ്റ് ഇൻ ഹിസ് വേർഡ് എന്ന ഡിലൈറ്റ്, അവന് അതിൽ സന്തോഷിക്കുക എന്ന് പറയുമ്പം അതിനകത്ത് ഈ 4 ഭിത്തിക്കകത്തിരിക്കുന്നത് പോലെ, ഈ ഒരു സർക്കിളിനകത്തിരിക്കുന്നത് പോലെ യഹോവയുടെ ന്യായപ്രമാണത്തിനകത്ത് വസിക്കണം. ന്യായപ്രമാണം നമ്മുടെ ഉള്ളിൽ, നമ്മൾ ന്യായപ്രമാണത്തിൽ വസിക്കണം. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് പോലെ, മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ കൊമ്പിന് ഫലം കായ്ക്കാൻ പറ്റുകയില്ലെന്ന് പറയുന്നത് പോലെ, നമ്മൾ ന്യായപ്രമാണത്തിനകത്ത്, ക്രിസ്തുവേശുവിനകത്ത്, ക്രിസ്തു നമ്മളിൽ വസിക്കുന്ന ആ ഒരു സ്വഭാവം പുതിയ നിയമ വിശ്വാസി എന്നുള്ളതിൽ അങ്ങനെ ആയിരിക്കണം. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ വചനം ധ്യാനിക്കുന്നവൻ, ഇത് വായിച്ചു കേൾക്കുന്നവനും ഇത് വായിക്കുന്നവനും വായിച്ചു കേൾപ്പിക്കുന്നവനും ഭാഗ്യവാൻ. വെളിപ്പാട് പുസ്തകം പറയുന്നു. അപ്പൊ ഈ ന്യായപ്രമാണം
വചനമാണ്. അനുസരിച്ച് നടക്കുന്ന മനുഷ്യനുള്ള ഒരു പദവിയാണ്, ഒരു പ്രിവിലേജ് ആണ്. നാം വായിച്ച വാക്യം പറഞ്ഞത് അവൻ ആരാണ്? അവൻ ന്യായപ്രമാണം അനുസരിച്ച് നടക്കുന്നവൻ, അതിനെ ധ്യാനിക്കുന്നവൻ, അതിനെ വായിക്കുന്നവൻ, അതിനെ മനനം ചെയ്യുന്നവൻ, അതിനനുസരിച്ച് പിൻപറ്റുന്നവൻ. യഹോവയുടെ വചനം എന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അതിനെ അനുസരിക്കുന്നവൻ, ക്രിസ്തുവിന്റെ പാതകളെ പിൻപറ്റുന്ന അവന് കൊടുത്തിരിക്കുന്ന പദവിയാ പറയുന്ന അവൻ ആറ്റരികത്തു നട്ടിരിക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലിരിക്കും. അതിന്റെ പ്രത്യേകത എന്താ? ആറ്റരികത്ത് നട്ടിരിക്കുന്നത്. അതെല്ലാം ഇപ്പോഴും അതിന്റെ റൂട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കും, അതിന്റെ വേര് വെള്ളത്തിലേക്ക് താതിരിക്കും. ഇയ്യോബിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അത് ഒരു വൃക്ഷമായാൽ പ്രത്യാശമുണ്ട്, അതിനെ വെട്ടിക്കളഞ്ഞാൽ അതിന്റെ കുറ്റി നിലത്ത് കെട്ടുപോയിരുന്നാലും, അടുത്ത വാക്ക് പറയുന്നു അതിന്റെ വേർ നിലത്ത് കെട്ടുപോയാലും, അടുത്തൊരു വാചകം പറയുന്നത് വെള്ളത്തിന്റെ ഗന്ധമടിച്ചിട്ട് അത് വീണ്ടും ഇളം തളിർ വിടുകയില്ലയോ. ഇതിന്റെ അർത്ഥം എന്താ? അതേ വെള്ളത്തിന്റെ ഗന്ധമടിച്ചിട്ട് അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നു. ജീവജല നദിയുടെ തീരത്താണ് നട്ടിരിക്കുന്നെങ്കിൽ, ഈ നീരുറവയുടെ അടുക്കലാണ് നീ ഇരിക്കുന്നതെങ്കിൽ, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ ചേർത്തോ, ഞാൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഹല്ലേലൂയ. ഈ വൃക്ഷത്തിന്റെ ഇല വാടത്തില്ല. അടുത്ത വാക്ക് പറയുന്നു, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഹല്ലേലൂയ. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഇന്ന് ദൈവത്തിന്റെ പൈതലേ, നീ വചനത്തിന്റെ അടുത്തേക്ക് വന്നേ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നത്, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നത്, ഇല വാടാത്തൊരു വൃക്ഷം പോലെ. അപ്പോൾ തന്നെ അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അടുത്തത് പറയുന്ന ഒരു താരതമ്യ. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുമാറ്റുന്ന പതിർ പോലെ. കാറ്റ് വരുമ്പോ പിന്നെ ഇല്ലാതെ പോകും. 37 സങ്കീർത്തനം പറഞ്ഞു, ഞാൻ 73 സങ്കീർത്തനം പറയുന്നു, പിന്നെ ആ വഴിക്ക് ഞാൻ പോയി, അവരെ കണ്ടില്ല. 37 പറയുന്നു, അതേ ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം അസൂയപ്പെടരുത്. അവരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് ദുഷ്ടനോട് അസൂയ തോന്നി. ഇല്ല കുഞ്ഞെ, ഒന്ന് വിശ്വസിച്ചേ. കർത്താവിന്റെ പാതയിലാണ് നിൽക്കുന്നതെങ്കിൽ നീ പതിയെ കായ്ക്കുന്ന ഒരു തെങ്ങും മരം പോലെ, അതേ ഒരു തെങ്ങ് പോലെ നീ വളരും. ഈ തെങ്ങും അത് ഒരു പയർച്ചെടിയില്ലേ, ബീൻസിന്റെ പയർച്ചെടിയും ഒരുപോലെയാണ് നടുന്നത്. ബീൻസ് വേഗത്തിൽ വളരും, പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അതൊരൊറ്റ പ്രാവശ്യം കൊണ്ട് അതിന്റെ വിള തീരും, പിന്നെ അത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല, അവസാനിച്ചു പോകും. എന്നാൽ ഒരു തെങ്ങ് അത് വേഗം കായ്ക്കത്തില്ല. അത് ആറ്റരികത്ത് നട്ടിരിക്കുന്ന റൂട്ടൊക്കെ ഇറങ്ങി പതിയെ കായ്ക്കത്തുള്ളൂ. 5 വർഷമെങ്കിലും എടുക്കും. ബീൻസ് കായ്ക്കാൻ 3 മാസം മതി. അപ്പൊ ബീൻസിനെ നോക്കിയിട്ട് കൊച്ചു പിള്ളേര് പറയും, ഇത് രണ്ടും ഒരുമിച്ചല്ലേ നട്ട്, ബീൻസ് വേഗം കായ്ച്ചല്ലോ. ഇല്ല കുഞ്ഞെ, തെങ്ങ് കായ്ക്കുന്നത് വേഗത്തിലല്ല. അതിനെ നട്ടിരിക്കുന്ന അപ്പച്ചൻ കൊച്ചിനോട് പറഞ്ഞു കൊടുക്കും, അല്ല കുഞ്ഞെ, ഇത് രണ്ടും നട്ടിരിക്കുന്നത് ഒരുപോലെയാണെങ്കിലും ബീൻസിന് ആയുസ് കുറവാകും, ഒറ്റ പ്രാവശ്യം ഫലമെടുക്കുമ്പോൾ അത് തീർന്നുപോയി, അത് അവസാനിച്ചു. എന്നാൽ ഒരു തെങ്ങ് നടുമ്പോ അത് നട്ടവൻ അറിയാം അതിന്റെ ഫലം വേഗത്തെ കിട്ടത്തില്ല. അതിന് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ, തടമിടുമ്പോൾ അതിന്റെ ഫലം വേഗത്തെ കിട്ടത്തില്ല. 5 വർഷം എടുത്താണ് അതിന്റെ ഫലം കിട്ടുന്നതെങ്കിലും അത് ഒറ്റ പ്രാവശ്യത്തേക്കല്ല. ഒരു തെങ്ങിന്റെ ആയുസ് 150 വർഷം നിൽക്കുന്നത് പോലെ അതിന്റെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. നീതിമാൻ പന പോലെ തഴയ്ക്കുമെന്ന് വേദപുസ്തകത്തിൽ മറ്റൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുമ്പോൾ, അവന് മരുഭൂമിക്കകത്ത് ഈന്തപ്പന അതിങ്ങനെ പന പോലെ തഴയ്ക്കും. വെള്ളമില്ലാത്തയിടത്ത് അത് നിന്നാലും അത് തഴയ്ക്കും. കാരണം ഇതിനെ നനയ്ക്കുന്ന, അതിനെ നീതിമാനായിരിക്കുന്നവന്റെ വേർ നിൽക്കുന്നത് ജല നദിയുടെ അരികില. അവൻ ആകാശത്തിലെ അതേ പുഷ്ടി കൊണ്ട് നിറഞ്ഞിരിക്കും. ദൈവത്തിന്റെ സൃഷ്ടിയ, ദൈവത്തിന്റെ പുഷ്ടി കൊണ്ട് അവൻ നിറഞ്ഞിരിക്കും. ദൈവത്തിന്റെ ജലനദിയിലെ നീരവ് കൊണ്ട്, ദൈവത്തിന്റെ നദിയിലെ വെള്ളം കൊണ്ട് അത് നിറഞ്ഞിരിക്കും. നീതിമാൻ അങ്ങനെയാ. അതാ ഈ വചനം പറയുന്നത്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവന് ഭാഗ്യവാൻ. അടുത്ത വചനം നിന്റെ ചേർത്ത് വെച്ചോ, അവൻ അത് ഞാനെന്നാക്കിക്കോ. എന്നോട് ചേർന്ന് പറഞ്ഞോ, ഞാൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഞാൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നിന്നെ നോക്കി ലോകം പറഞ്ഞില്ലേ നടക്കത്തില്ലെന്ന്, നിന്നെ നോക്കി വിധി എഴുതിയില്ലേ. ഇന്ന് രാത്രി ഈ പ്രഭാതത്തിൽ നീ മെസ്സേജ് കേൾക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ നീ മാറ്റി എഴുതിക്കോ. നീ ചെയ്യുന്നത് സാധിക്കുകയാ, നീ ചെയ്യാൻ പോകുന്നത് സാധിക്കുക. കാര്യം യഹോവ നിന്നോട് കൂടെയുണ്ട്. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. ജോസഫിനെ കുറിച്ച് പറയുന്നു, ഫറവോൻ അതേ സഹോദരന്മാരെ കാണാത്ത, അതേ അപ്പനും അമ്മയും കാണാത്ത, പൊത്തിപ്പേരും ഭാര്യയും കാണാത്ത, കാരാഗ്രഹത്തിലുള്ള പ്രമാണിമാരും അവരും കാണാത്ത ഒന്ന് ഫറവോൻ അവന്റെ മേൽ കണ്ടു. ദൈവാത്മാവുള്ള ഇതുപോലെ മനുഷ്യരെ കണ്ടെത്തുമോ? അവൻ വചനം വായിക്കുന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവൻ കൃതാർത്ഥനായി. യഹോവ
നിന്നോട് കൂടെയുള്ളത് കൊണ്ട് നീ ചെയ്യുന്നത് സാധിക്കും. നീ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായി വൃക്ഷം പോലിരിക്കും. നീ ചെയ്യുന്നത് സാധിക്കും കുഞ്ഞേ. ഹല്ലേലൂയ. ഈ വചനം നീ അങ്ങ് ഏറ്റെടുത്തേ. ഞാൻ ചെയ്യുന്നത് സാധിക്കും, നീ ചെയ്യുന്നത് സാധിക്കും. അതിനപ്പുറത്ത് അത് മറ്റാരും കാണാതിരിക്കുമ്പോൾ നിന്നിലുള്ള ഈ ആത്മാവിനെ തിരിച്ചറിയുന്നു. ഒരിടം നിനക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ടെന്ന് ആത്മാവിൽ ഒന്ന് ഉറപ്പിച്ചേ. കർത്താവ് നിന്നോട് കൂടിയിരിക്കുന്നു. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നത്, അതേ കുഞ്ഞെ, നീ ആറ്റരികത്ത് നട്ടിരിക്കുന്നത്, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നത്, ഇല വാടാത്തതുമായി വൃക്ഷം പോലിരിക്കും. ചെയ്യുന്നതൊക്കെ സാധിക്കും. ദൈവകൃപ നിന്നോട് കൂടിയിരിക്കും. അവൻ നിന്നോട് കൂടിയിരിക്കുന്നുണ്ട്. നീ കൃതാർത്ഥനായിരിക്കും. കടലിൽ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ വചനം കേൾക്കുന്ന സകല പേരെയും ആത്മാവിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും, അതേ ചേർന്ന് പറയട്ടെ, ഞാൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായി വൃക്ഷം പൊലിക്കും. ഞാൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അങ്ങനെ തന്നെ ഈ വചനം കേൾക്കുന്ന സകലവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ, ന്യായപ്രമാണത്തിനകത്ത് വസിക്കുന്ന, ന്യായപ്രമാണത്തോട് കൂടി നടക്കുന്ന ജനത്തെ ഞാൻ ആത്മാവിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നു. ദൈവകരം കൂടിയിരിക്കും. ആത്മാവിൽ ബലപ്പെടുത്തും. രക്തത്തിന്റെ മുദ്രയുടെ കൃപ വ്യാപരിക്കും. അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം കൊണ്ട് മറയ്ക്കുന്നു. ദൈവകൃപ കൂടിയിരിക്കട്ടെ. രക്തത്തിന്റെ മുദ്രയിടുന്നപ്പ കൃപ വ്യാപരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൽ ബലപ്പെടുത്തുന്നു. ഈ വചനം ഏറ്റെടുക്കുന്നവർക്ക് റേമയായി, അവരുടെ വചനമായി അത് പരിണമിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വെട്ടിക്കളഞ്ഞ വൃക്ഷത്തെ വെള്ളത്തിന്റെ ഗന്ധമടിച്ചിട്ട് വീണ്ടും തളിർവിടുന്നത് പോലെ ഒരു പുതിയ പുറപ്പെടൽ, ഒരു പുതിയ ആരംഭം ദൈവം കുറിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം ചെയ്യുന്നു. സകലമാനവും മഹത്വം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. ദൈവ സാന്നിധ്യം അറിയാം. ഗോഡ് ബ്ലസ് യു.